യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലനുസരിച്ച് 80+ ആണ് അവർ പറയുന്നത്. 80 സീറ്റ് പിടിക്കും, പിന്നെ കിട്ടുന്നതെല്ലാം ബോണസ്. 100 സീറ്റ് വരെ പോകുമെന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ആലങ്കാരികമായി പറയുന്നു. പക്ഷേ അതിനൊരു സാധ്യതയും കാണുന്നില്ല. കാരണം 100 സീറ്റ് പോകണമെങ്കിൽ 40 സീറ്റ് പോയിട്ട് 60 സീറ്റ് പിടിക്കണം. കോൺഗ്രസ് LDFിൻ്റെ 60 സീറ്റ് പിടിച്ചാൽ മാത്രമേ, നേരത്തെ ഉണ്ടായിരുന്ന 40നോടൊപ്പം അല്ലെങ്കിൽ 41, 59 സീറ്റ് പിടിച്ചാൽ മാത്രമേ 80, 90, 100 സീറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിനടുത്തുള്ള തടസ്സം MLA-മാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഓരോ MLA-മാരെടുത്തോളൂ. തിരുവനന്തപുരം വട്ടിയൂർക്ക VK പ്രശാന്ത് ജനകീയനാണ്, ജനങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. DK മുരളി, വാമനപുരത്ത് സുധീർ ഷാ ജയിക്കുമെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു വാദമുണ്ട്. DK മുരളി മോശം MLA അല്ല. അൻസലാം നെയ്യാറ്റിൻകരയിൽ ശക്തൻ ജയിക്കുമെന്ന് പറയുമ്പോഴും അൻസലാം മോശം MLA അല്ല. കാട്ടാക്കടയിൽ IB സതീഷ് ഒട്ടും മോശമല്ലാത്ത MLA ആണ്, പക്ഷെ തോറ്റു പോകുമെന്നാണ് പറയുന്നത്. അരുവിക്കര സ്റ്റീഫൻ വളരെ ജനകീയനാണ്, സാധുവാണ്, നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം തോറ്റു പോകുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ മണ്ഡലം. ജയമോഹൻ ഇപ്പോൾ പുതിയ കാൻഡിഡേറ്റാണ്, പക്ഷെ നല്ല മനുഷ്യനാണ്. അവിടെ ബിന്ദു ജയിക്കുമെന്ന് പറയുന്നത്. ബിന്ദു വളരെ നല്ല വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥികളുടെ കേട് കൊണ്ട് വോട്ട് കുറയില്ല. അതുകൊണ്ട് തന്നെ LDFിനെ വല്ലാതെ താഴോട്ട് പിടിക്കുക അത്ര എളുപ്പമല്ല. കുറേ ധാർഷ്ട്യവും ശബരിമല കേസും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രശ്നവും ആശാ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളും കുറച്ച് ഈ വർത്തമാനത്തിൽ വന്ന പ്രശ്നങ്ങളും ക്രമസമാധാന രംഗത്തും ആരോഗ്യരംഗത്തും ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കുറേ വികസന പ്രവർത്തനം കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് കുറേ റോഡും പാലും ആശുപത്രിയൊക്കെ ഉണ്ടാക്കി, കുറേ വികസന പ്രവർത്തനം, ക്ഷേമ പെൻഷനൊക്കെ കുറേ അധികം കൊടുത്തു, കുറേ കാര്യങ്ങൾ ചെയ്തു ഗവൺമെൻറ്. അതുകൊണ്ട് മുഴുവൻ ആൻറ്റി ഇൻകംബൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 80-ന് മുകളിൽ 85 വരെ പോകാം. അതിനപ്പുറത്തോട്ട് പോവുക UDFിനെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിരിക്കും. 10-30 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെടുത്താൽ 10-30ഓളം സീറ്റുകളിൽ 1000-ന് താഴെ വോട്ടിനാണ് CPM തോറ്റത്. നാമമാത്രമായ വോട്ടിനാണ് ജയിച്ചത്. അങ്ങനെയാണ് BJP കയറി വരുന്നത്. അതും കൂടിയുണ്ട് BJP കയറി വരുന്നതിൽ. അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലത്തിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ നാമമാത്രമായ വോട്ടിന് 1000, 2000, 5000-ന് താഴെ വോട്ടിന് പലരും തോക്കാനും ജയിക്കാനും സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം വളരെ ഡിസിസീവായ ഒരു പൊസിഷനിലാണ് BJP കയറി നിൽക്കുന്നത്. BJP അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. 2020 ആയാലും BJP ആയാലും BDJS ആയാലും ഒരു ഡിസിസീവ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു തീരുമാനിക്കൽ പൊസിഷൻ, അതായത് മറ്റ് ഘടകകക്ഷികളുടെ വോട്ടിനെ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഒരു തമ്പറൂളായി BJP കയറി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ UDFും വിചാരിക്കുന്നത്ര വോട്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഒരുപക്ഷെ BJP ഇല്ലായിരുന്നുവെങ്കിൽ 120 സീറ്റെങ്കിലും കോൺഗ്രസ് പിടിക്കുമായിരുന്നു, CPM തറ പറ്റുമായിരുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷവും ക്രിസ്ത്യൻ ഭൂരിപക്ഷവും പിന്നെ ഹിന്ദുവിൻ്റെ നല്ലൊരു പക്ഷവും കൂടി തീർച്ചയായിട്ടും UDFിന് കിട്ടുമായിരുന്നു. UDF 120 സീറ്റ് പിടിക്കുമായിരുന്നു. പക്ഷേ അതിപ്പോൾ കഴിയില്ല. കാരണം വലിയ വോട്ട് ഷെയർ BJP കൊണ്ടുപോകും. അങ്ങനെ BJP വോട്ട് ഷെയർ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ വിചാരിക്കുന്ന പല മണ്ഡലങ്ങളിലും ജയിച്ച് കയറാൻ എളുപ്പം അല്ല. ഇപ്പോൾ പേരാമ്പ്ര ഫാത്തിമ തഹ്ലിയ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. TP രാമകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്, ഇടതുമുന്നണി കൺവീനർ. പേരാമ്പ്ര ഇടതുപക്ഷത്തിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോട്ടയാണ്. പക്ഷെ അപ്പോഴും ലീഗിന് ഒരു അപ്രമാദിത്വമുള്ള പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. ചങ്ങരോത്ത് പോലുള്ള പഞ്ചായത്തുകളിൽ ലീഗ് പ്രസിഡന്റുമാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ചക്കട്ടപ്പാറ, ചങ്ങരോത്ത് എന്നൊക്കെ പറയുന്ന പേരാമ്പ്രയിലൊക്കെ മുസ്ലിമൊക്കെ വളരെ വലിയ സാധ്യതയുള്ളതാണ്. അവിടെ ഫാത്തിമ തഹ്ലിയ അട്ടിമറി വിജയം നേടും എന്നാണ് പറയുന്നത്. അങ്ങനെ നേടുമോ എന്ന് പറയാൻ കഴിയില്ല എന്ന് ഇളമരം കരിമടക്കം വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സംശയം ഇട്ടിട്ടുണ്ട്. സമ്പൂർണ്ണമായി ജയിക്കുമെന്ന് ആരും പറയുന്നില്ല TP രാമകൃഷ്ണൻ. അപ്പോൾ അത് അട്ടിമറിയാണ്. അങ്ങനെയുള്ള അട്ടിമറി മണ്ഡലങ്ങൾ കൂടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ബേപ്പൂരിൽ അൻവർ ചിലപ്പോൾ അട്ടിമറിച്ചാൽ അങ്ങനെ ഒരുപാട് അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട്. ആ അട്ടിമറികൾ നടന്നാൽ തീർച്ചയായിട്ടും 80 എന്നുള്ളത് 85-ലേക്കും 90-ലേക്കും. അപ്പോൾ 2 സാധ്യതയാണ് UDFിൽ കാണുന്നത്. ഒന്ന്, ഒരു മിനിമം 80-നകത്ത്, അറൗണ്ട് 80-85-നകത്ത് കടന്ന് കറങ്ങുന്ന ഒരു സംഖ്യ, അല്ലെങ്കിൽ ഒരു തരംഗം. ഇത് രണ്ടുമല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്കും പോകാം. മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് LDF കയറി വരികയും UDF വളരെ താഴെ പോവുകയും ചെയ്യാം. LDFുകാർ കണക്കൂട്ടി വെച്ചിരിക്കുന്നത് 98 സീറ്റിൽ നിന്ന് ഒരു 75 സീറ്റിലേക്കെങ്കിലും
നേരിയ മാർജിനിൽ അധികാരത്തിൽ വരും, മുന്നണിയും മൂന്നാം പ്രാവശ്യവും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് തറപ്പിച്ച് CPM-ഉം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയും വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ കാൽക്കുലേഷൻ ഉണ്ട്. ഒരു 11 സീറ്റോളം വരെ പിടിക്കാൻ സാധ്യതയുള്ള BJP-യുടെ ഒരു കോണറുണ്ട്. പിന്നെ 75 സീറ്റ് പിടിക്കാൻ സാധ്യതയുള്ള ഒരു കോണർ നിൽക്കുന്നു. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ബാക്കി സീറ്റേ UDF-ന് കിട്ടുകയുള്ളൂ. അതോ ഈ 75 എന്ന് പറഞ്ഞത് അവർക്ക് 80ഓളം സീറ്റ് UDF-ന് കിട്ടിയിട്ട് ബാക്കി കുറച്ച് 4-5 സീറ്റ് പിന്നെ ഇപ്പുറത്തും കിട്ടിയാൽ 85ഉം പോയിട്ട് 90ഉം പിന്നെ 40, 50, 55 സീറ്റേ LDF-ന് കിട്ടുകയുള്ളൂ എന്നൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കണക്കാക്കുമ്പോൾ എവിടെയെല്ലാം അട്ടിമറി വിജയം നടക്കും എന്ന് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് NSS പിണങ്ങിയെങ്കിലും അവിടുത്തെ കൊട്ടാരക്കരയിൽ NSS ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആഹ്വാനം നടന്നെങ്കിലും ബാലഗോപാൽ ജയിച്ചു കയറാനാണ് സാധ്യത എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അട്ടിമറികൾ നടക്കുകയാണെങ്കിൽ, വീണ ജോർജ് തോക്കുകയാണെങ്കിൽ, അങ്ങനെ കുറേ അട്ടിമറി മണ്ഡലങ്ങളുണ്ട്. രാജീവ് കളമശ്ശേരിയിൽ തോക്കുകയാണെങ്കിൽ, തൃത്താലയിൽ MP രാജേഷ് തോക്കുകയാണെങ്കിൽ, കേളു മന്ത്രി തോക്കുകയാണെങ്കിൽ, ഇങ്ങനെ പല മന്ത്രിമാരും, റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ തോക്കുകയാണെങ്കിൽ പല മന്ത്രിമാരും തോക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ തോക്കുകയാണെങ്കിൽ വലിയ വിജയമായിരിക്കും UDF-നുണ്ടാവുക, അട്ടിമറി വിജയമായിരിക്കും. അപ്പോൾ 80 ആണോ 85 ആണോ 100 ആണോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ഞാൻ ഈ പറഞ്ഞ അട്ടിമറി വിജയങ്ങളെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അവർക്ക് മുൻകൈ കിട്ടുന്നത്. നോർമൽ വിജയം 100 ആകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 90 പോലും ആകാൻ സാധ്യതയില്ല. കിട്ടുകയാണെങ്കിൽ 80-നകത്ത് റൗണ്ട് ചെയ്ത് നിൽക്കാനൊരു സാധ്യത. പരമാവധി പോയാൽ 85-നകത്താണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നൊരു സീറ്റാണ് 80-നും 85-നും ഇടയ്ക്ക്. അതേസമയം തിരിച്ചും സംഭവിക്കാം. കാരണം ആൻറ്റി ഇൻകംബൻസ് ഉണ്ടെങ്കിലും 40ഓളം 50ഓളം സീറ്റുകളിൽ അല്ലെങ്കിൽ പിന്നെ 40-ലധികം സീറ്റുകളിൽ അത് പ്രശ്നം വന്നാൽ 40 അല്ല 20ഉം 70ഉം പോയിട്ട് 20, 28, 28, 30ഓളം സീറ്റുകളിൽ പ്രശ്നം വന്നാൽ മാത്രമേ LDF-നെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയുകയുള്ളൂ. അത്രയും സീറ്റിൽ വ്യത്യാസം വരുമോ എന്നുള്ളതും രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ ഗവേഷകരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു മനോഹരമായ വിഷയമാണ്.